ഹലോ നമസ്കാരമുണ്ട്. ഇന്ന് ക്രിസ്മസ് ആണ്, അതുകൊണ്ട് നമ്മൾ ഒരു സ്പെഷ്യൽ മെസ്സേജ് അങ്ങ് ഇട്ടേക്കാന്ന് വെച്ചു. മനസ്സിലല്ലേ? കുറച്ച് വിശ്വാസികളുണ്ട്. നിങ്ങൾ ഏതാണ്? ക്രിസ്ത്യാനിയാണോ? എന്ത് ഇങ്ങനെ നടക്കുക? ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞാൻ ക്രിസ്ത്യാനിയുടെ മൂത്ത ഇനം വന്നു. മനസ്സിലായല്ലോ? നിങ്ങളെന്തോ മർത്തോമയും യാക്കവേ ഈ നടക്കുക. ഞാൻ പന്തക്കോസ്. ഓക്കെ, ഒരു വീഡിയോ കാണിച്ചു തരാം. ഇത് കണ്ടിച്ചിരിച്ചെൻ്റെ അബ്ബളകി ഞാൻ ഒന്ന് കേൾപ്പിക്കാം. മനസ്സിലല്ലേ? അപ്പൊ എനിക്ക് ഈ ഊത്ത വിശ്വാസികളോട് C4 ക്യാഷ്, അതാണ് നമ്മുടെ ടോപ്പിക്ക്. എന്തൊക്കെയാണ് കേൾക്കണത്? സകല സാധനങ്ങൾ അടിച്ചു മാറ്റി എന്ന് പറയുന്നില്ലേ? എന്തൊക്കെയാണ് കേൾക്കണത്? സകല സാധനങ്ങൾ അടിച്ചു മാറ്റി എന്ന് പറയണ്ടല്ലോ. അവിടെ ഇതൊന്നും അടിച്ചു മാറ്റി കൊണ്ടുപോകുമ്പോ നീ ഉറങ്ങുകയായിരുന്നു. നിനക്ക് ബോധം ഉണ്ടായിരുന്നില്ലേ? പൊന്നാരമായി ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കണ പോലെ കഴിവുകളൊന്നും എനിക്കില്ല. കുറെ മനുഷ്യര് എനിക്ക് ചാർത്തി തന്ന ഒരു പട്ടമാണ്. ഞാൻ എന്താണ്ടും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട കോടി സർവ്വലോക രക്ഷകനാണെന്നൊക്കെ. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? സകല കടിച്ചുകൊണ്ട് പോയി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കണ പോലെ അല്ല അമ്മാതിരിയാണ് കട്ടും പോണത്. ഒരു തെളിവുമാരെ അവശേഷിപ്പിക്കൂല. അതാണ് ഒരു പ്രത്യേകത. എല്ലാ കളവും നടത്തുന്നത് നമ്മളെ വീട്ടിലാണ്. എന്തെങ്കിലും ഉമ്മാരോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടാന്ന് ചോദിക്കും. അതാണ് ഉമ്മാരുടെ പരിപാടി. ഇവർക്കെതിരെ എന്തെങ്കിലും തെളിവ് ഹാജരാക്കാനായിട്ട് ഇന്നവരെ ആർക്കെങ്കിലും പറ്റുമല്ലോ? കോടതിക്ക് പറ്റിയിട്ടുണ്ട്, പോലീസിന് പറ്റിയിട്ടുണ്ട്, പട്ടാളത്തിന് പറ്റിയിട്ടുണ്ട്. അല്ല ബ്രോ, ഈ കള്ളന്മാരെ കുറ്റം പറയാൻ പറ്റുമോ? ഈ നാട്ടിലെ ഈ പട്ടിണിക്കാരനും പാവപ്പെട്ടവനും കള്ളപ്പണക്കാരനെ കൂടെ സ്വർണ്ണം അവിടെ കൊണ്ടുകൊടുത്തിട്ടല്ലേ അല്ലെ കക്കണത്? അവർക്കറിയോ? അവർ സ്വർണം കൊണ്ടുവെക്കും. ഈ പാവങ്ങള് എല്ലാവർക്കും സ്വർണം കൊണ്ടുവെക്കും. നമ്മളെ പേരിലാണ് സ്വർണം കൊണ്ടുവെക്കണത്. ഇത് എല്ലാവർക്കും ഭയങ്കര ശക്തി ഉണ്ടെന്നാണ് ഇവര് വിചാരിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ അവസ്ഥ നമുക്കെല്ലാം അറിയുള്ളൂ. ഇപ്പൊ എന്റെ പേരിൽ ഇവിടെ ഒരു ഭൂമി കച്ചവടം നടന്നു. പറമ്പിന്റെ കേസൊക്കെ അതൊരു പിതാവ് തന്നെയാണ് ഭൂമി വിറ്റതെന്ന് ഞാൻ ഇതൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ? അതുപോലെ നമ്മുടെ അബ്ബയ എന്ന് പറഞ്ഞ പെങ്കൊച്ച് മരിച്ചു. എന്നെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റും? ഒരു കോള് ഞാൻ കണ്ടു. പക്ഷെ ആ സമയത്തുണ്ടല്ലോ ജലന്ധറിൽ ഒരുത്തൻ 2-3 കന്യാസ്ത്രീ പെണ്ണുങ്ങളെ കൊച്ചുങ്ങളെ പിടിച്ച് പീഡിപ്പിച്ച സമയം വല്ലതും ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട്? അത് ഞാൻ ആലോചിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ടൊക്കെ അത് ചെയ്യാറുന്നല്ല. പക്ഷെ ഇവര് വിചാരിക്കണത് എന്താണെന്നറിയാമോ? ഈ മനുഷ്യര് വിചാരിക്കണത് നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുമെന്നാണ്, ഇതിന് പരിഹാരം കാണാൻ പറ്റുമെന്നാണ്. നമുക്കെല്ലാം നമ്മുടെ അവസ്ഥ ഇത്. ബ്രോഡ് അവിടെ മാത്രമല്ല, ഇങ്ങേരുടെ വീടെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ഒരു മാസം ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും എന്റെ വീടിന്റെ അടുക്ക് വരും. എന്നിട്ട് പറയാം ആ വീട് കാണാനെന്നും പറഞ്ഞു വന്നിട്ട് എന്റെ പൊന്ന് ബ്രോ, ഒരാഴ്ച എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഈ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് വല്ല അൽഫാമ മന്തിയൊക്കെ മേടിച്ച് തിന്നിട്ട് കാശ്മീരിലൊക്കെ പോക്കൂടെ? എന്റെ വീട്ടിലേക്ക് വരണ എന്തൊരു ശല്യം നോക്കിയാൽ. മരിച്ചു എന്നിട്ടും എനിക്ക് കുറ്റം. എനിക്ക് അല്ല, മരിച്ചതിനും കുറ്റം, അവിടെ വന്നതിനും കുറ്റം, അതൊക്കെ എനിക്ക്. ഈ പാവപ്പെട്ട ഞാനിപ്പോ എന്ത് ചെയ്യും? മറ്റേ വിജയമല്യ അങ്ങനെയുള്ള മറ്റേ ആള് കൊണ്ടുപോയ ആള് നാട്ടുകാരെ പറ്റിച്ച, നാട്ടുകാരെ കുടിപ്പിച്ച് തൊഴിലാളികളെ പറ്റിച്ച കാശ് കൊണ്ടുവന്നിട്ട് എന്റെ കുടിലുമ്മ പൂശി വെക്കണം. എന്നിട്ട് അത് ഉമ്മാരടിച്ചുകൊണ്ട് പോയേക്കണം. നമ്മളെ പേരിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ തല്ലുവിടുന്നത്. ഇടികുട്ടിയെ തല്ലൂടാ, വർഗീയുള്ള ഇവന്മാര് തമ്മിൽ തല്ലാണ്. ഞാനൊരു കാര്യം പറയാ, ഞാൻ ആരെയിപ്പിച്ചിട്ടില്ല ഈ എന്റെ പേരും പറഞ്ഞ് എന്നെ തല്ലുടിക്കാനായിട്ട്. ഒരു ഗുണ്ടകളെ ഏൽപ്പിച്ചിട്ടില്ല. ഞങ്ങൾ അറിയിച്ചിട്ടില്ല. അത് ശരിയല്ലോ. അതിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോ എങ്ങനെയെങ്കിലും ഒക്കെ പച്ചിരി അടിച്ച് പോകണം, അത്രല്ലേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ സത്യം പറഞ്ഞ ഇവരെ കൊണ്ട് നമ്മൾ മടുത്തിരിക്കും. നമ്മളെന്തെങ്കിലും തീരുമാനം എടുക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം ബ്രോ, നമുക്കിതൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടല്ലോ, എവിടേക്കെങ്കിലും രക്ഷപ്പെടാം. അതല്ലോ ഞാൻ ഈ എന്റെ മറ്റേ കുടിലിന്റെ ഫ്രണ്ടിൽ തത്വമസി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം അത് നീയാകുന്നു. എന്നിട്ട് ഇവന്മാര് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. ഒന്ന് നോക്കട്ടെ. എനിക്ക് എന്തിപ്പോ കെട്ട കെട്ടികളെ അത് കീറിക്കോ. എനിക്ക് നിന്റെ കുരിശിനെക്കാട്ടും വലിയൊരു സാധനമാണിത്. ഈ കുരിശില് ഒരു പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ളോ? എത്ര വർഷമായിട്ട് അനുഭവിക്കുന്നത്?
പരിപാടിട്ടെ കൈ കാലൊക്കെ വാ നമുക്ക് എന്തായാലും നമുക്ക് മടുത്ത് ഈ കാലെന്നറിയാമോ നമ്മള് ഉഷാറായി. ഓക്കെ, നമുക്കൊന്ന് കാര്യം നമുക്ക് പോയാലോ. ഇവരെ നന്നാക്കാൻ നമുക്ക് പറ്റില്ല, നമുക്ക് പോവാം. യേശു എത്ര കാലങ്ങളാണ് ഞാൻ സന്തോഷമുണ്ട്. നമുക്ക് പോവാം. കാര്യമുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഞാൻ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് രക്ഷോട്ടാ മതി. പണ്ടാറാനായിട്ട് ഒടുക്കത്തെ തല്ലൂടി സമാധാനം. വാ. എങ്ങാടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എങ്ങനെയുണ്ട്? ഹിന്ദു യേശു മുസ്ലിം യേശു എന്നെ കെട്ടിട്ടേക്ക്. എടാ ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഊത്ത വിശ്വാസികളോടാ പറയടെ, ഈ പന്തക്കോസിലുള്ള ഊത്ത വിശ്വാസികൾ. എടാ നിന്റെ പൈസ, ഗാഡ് ഡസന്റ് നീഡ് യുവർ മണി, ഹി നീഡ്സ് യുവർ സോൾ. ഓക്കെ, പൈസ വേണ്ടത് ഈ പ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സാധനങ്ങൾക്ക് അന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ പോയി ചാടാ, കൊടുക്കടാ. എനിക്ക് ഒരൊറ്റ ചോദ്യമുണ്ട്, ഉത്തരം പറടാ. ഞാൻ പണ്ട് പറഞ്ഞാണ്, എന്നാലും ഇപ്പൊ ഒന്നുകൂടെ പറയാം. എടാ നീ ഇപ്പം മരിച്ചു, ചത്തു, സ്വർഗത്തിൽ പോയി. നിങ്ങൾ ആത്മാവിൽ അങ്ങ് സ്വർഗത്തിൽ ഞങ്ങളുടെ കെൽട്ടുകൾ വിടുന്നതിന് കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. അങ്ങനെ നാടി കേൾട്ട് കളവി. എടാ നീ ഇപ്പം ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലിരിക്കുമെന്ന് വിചാരിക്ക്, അങ്ങ് ഊഹിക്ക്. എനിക്കങ്ങ് തോന്നുവന്നു, നീ അല്ലേ ഉത്തരം പറ. നിനക്ക് ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് സ്വർഗത്തിൽ പോകുമ്പോൾ നിനക്ക് എന്ത് വേണ്ടേ? കുറച്ച് ബിരിയാണി വേണോ? ആ കാറ് വേണോ? അതോ വീടോ എന്തൊക്കെയാ പറയുന്നത് സ്വർഗത്തിലെ? അങ്ങനെ തന്നെയാണോ? എടാ പൊട്ട, പൈസ വേണ്ടത് ഈ പ്ലാസ്റ്റേഴ്സിനാണ്. ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് പോവാം. ഈ ഊത്ത വിശ്വാസത്തോടെ പറയുന്നത്, എടാ $100 $100 അത് നീ മാറ്റി വച്ച് വേറെ അക്കൗണ്ട് ഇട്ടിട്ട് വല്ലതും ചെയ്താൽ നിന്റെ മോർഗേജ് അടഞ്ഞു പോകും. നിന്റെ പിള്ളേർക്കുള്ളതെന്ന് ഇല്ല, ഇവരുടെ പിള്ളേർക്കുള്ളതെന്ന്. ഈ പ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. പണിയൊരു ജീവിക്കണം. ബൈ.